ഹായ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. DJ-യുടെ ഒരു മൈക്ക് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മൈക്ക് മേടിക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ട്രാവലിംഗ് ചാനലുണ്ട്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയ്ക്കും ഞാൻ വോയിസ് ഓവർ ആയിട്ടാണ് സൗണ്ട് ഇട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ആക്ഷൻ ക്യാമറ വഴി മാത്രമുള്ള വോയിസ് എടുക്കുമ്പോൾ കുഴപ്പമെന്താ വെച്ചാൽ ഒരുപാട് നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ പലപ്പോഴും മിസ്സായി പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആണ് നമ്മൾ മെയിനായിട്ടും വോയിസ് ഓവർ ഇടാൻ കാണുമെന്ന് പറയില്ലേ. അപ്പോൾ അതിനെ നമ്മളൊന്ന് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു DJ-യുടെ ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് അത്ര ലേറ്റസ്റ്റ് മോഡലൊന്നുമല്ല, 2024 ഇറങ്ങിയിട്ടുള്ളൊരു മോഡലാണ് DJI മൈക്ക് മിനി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് റീസ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഞാൻ മേടിച്ച് 350 ദർഹത്തിനാണ്, ആമസോണിലാണ് ഇത് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. 350 ദർഹത്തിനാണ് ഇത് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡലൊക്കെ ഉണ്ട്, DJI മിനി 3 എന്നൊക്കെ പറഞ്ഞ ലേറ്റസ്റ്റ് മോഡലൊക്കെ ഉണ്ട്. അതിനൊക്കെ ഏകദേശം 900 ദർഹത്തിനടുത്തൊക്കെ ആമസോണിൽ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഞാൻ നോക്കിയ സമയത്ത് ഈ പറഞ്ഞ പോലത്തെ 400 മീറ്റർ റേഞ്ച് ഉണ്ട് നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട്. പ്ലസ് 10 ഗ്രാമൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക മൈക്കിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. സോ ഈസി ഓഫ് യൂസ് ആണ് പറഞ്ഞത്. പിന്നെ മെയിൻ ഒരു റീസൺ ഈ പറഞ്ഞ പോലെ ചാർജിങ് കേസ് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൊണ്ടടക്കം കുറച്ചുകൂടി ഈസി ആയിരിക്കും പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട് ബോക്സിൽ നിന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് പുതിയ സാധനം, വലിച്ചത് നല്ല രസമാണ് കേസ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ റിസീവർ വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്, ചാർജർ കേസ് വരുന്നുണ്ട്, കേരിയും പൗച്ച് വരുന്നുണ്ട്, ക്ലിപ്പ് വരുന്നുണ്ട്, ക്യാമറ ഓഡിയോ കേബിൾ വരുന്നുണ്ട്, പിന്നെ USB-C ചാർജിങ് കേബിൾ, മൊബൈൽ ഫോൺ അഡാപ്റ്റർ, വിൻഡ് സ്ക്രീൻ. മൈക്കയുടെ മുകളിൽ ഒരു ഒരു പഫിയുടെ സാധനം കണ്ടിട്ടില്ലേ, അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിലെന്തൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്. ഇതാണ് സ്റ്റിക്കർ. ഓക്കെ, യൂസർ മാനുവൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആവശ്യമുള്ള സാധനങ്ങളല്ല. പിന്നെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഒരു ട്രാവലിംഗ് കേസിൻ്റെ ഉള്ളാണത് വരുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റും. സോ ലെറ്റ്സ് അൺബോക്സ്. ഇതാണ് ആ പറഞ്ഞ ആ ഒരു പഫ് ആയിട്ടുള്ള മൈക്കിക്ക് വിൻഡിനൊക്കെ നോയ്സും സാധനങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. ഇത് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ കേബിൾ വരുന്നത്. ഇത് USB-C കേബിള്, ചാർജിങ് കേബിളും വരുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ അഡാപ്റ്ററിൻ്റെ വോയിസ് അഡാപ്റ്റർ കേബിളും വരുന്നുണ്ട്. ഇതാണ് 2 സാധനങ്ങൾ. ഇത് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു എക്സ്ട്രാ അറേ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്, കൊള്ളാം. നമ്മൾ നമ്മുടെ മെയിൻ സാധനം നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ സാധനം ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും. ചാർജിങ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടുനടക്കാം. സോ ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുക, ബിഗിനർ ആയിട്ടുള്ള വ്ളോഗർക്ക് ഇത് മോർ സൂട്ടബിൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. സോ അതിൻ്റെ നമ്മൾ പ്രസ് ചെയ്യുന്നു, തുറക്കുന്നു, ഇവിടെ എന്തൊക്കെ പോലെ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. നമുക്കിതിന് ഒരു ക്ലിപ്പ് പോലെ സംഭവം വരുന്നുണ്ട്. പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ കൂടെ മാഗ്നറ്റും വരുന്നുണ്ട്. സോ ഇത് നമുക്കൊന്നില്ലെങ്കിൽ വേണമെങ്കിൽ ക്ലിപ്പായിട്ട് ഡയറക്റ്റ് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ എവിടെയെങ്കിലും നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇനി അതെല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ശരിക്കും ഇത് ബ്ലാക്കിനോടൊന്നും കാണുന്ന പോലെ കേട്ടോ, രസമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കത് ഉള്ളോട്ട് വെച്ചിട്ട് ഈ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റായിട്ടിരിക്കും. നമ്മളിത് അറിയ പോലുമില്ല, ഭയങ്കര കൂളായിട്ടിരിക്കും. സോ അത് ഭയങ്കര നല്ല സംഭവമായിട്ട് തോന്നി നമുക്ക്. പിന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ ആ വിൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സംഭവം.
അത് വെക്കുന്നത്. ഇതാണ് ആ വിൻഡ് പ്രൊട്ടക്ടർ വെച്ച് കഴിഞ്ഞാലുള്ള അതിൻ്റെ കാണാനുള്ള ഭംഗി എന്ന് പറയുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട് പല്ല്. പിന്നെ DJ-യുടെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ നല്ല ഹെവി ക്വാളിറ്റിയിലാണ് അവരെപ്പോഴും ചെയ്യാറ്. സോ കൊള്ളാം, നല്ല രസമുണ്ട് ടോട്ടലി കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മളൊരു ഇടുന്നതായിരിക്കും. കാരണം ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ബെനിഫിറ്റ്സ്, അതായത് എന്താ പറയുക, ഫുൾ ഫീച്ചറും കാരണം നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് ഒപ്പം ഈ വീഡിയോയിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി വരുന്ന കാണുന്നതിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ റിസീവർ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റിസീവർ വരുന്നത്. ഇത് നമ്മൾ ഈ റിസീവറിന് മുകളിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് ഈ സംഭവമാണ് നമ്മൾ നമ്മുടെ ക്യാമറയുടെ മുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. ഇതാണ് ഈ സംഭവം വരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞാൽ രണ്ട് മൈക്ക് നമുക്ക് വരുന്നുണ്ട്. ഇതാണ് 2 മൈക്ക്. ഓക്കെ, ഈ കേസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 48 hours ബാക്കപ്പ് കിട്ടും. ഈ കേസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്ന ബാക്കപ്പ് എന്ന് പറയുന്നത് 48 hours നമുക്കിതിൽ ചാർജ് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഒരു യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ബൈ.